ദില്ലി ദാലി ട്രാവൽ വ്ലോഗിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഈ ട്രാവൽ വ്ലോഗ് ചെയ്തു പോരുന്ന ഈജിപ്റ്റ് ഫയൽസിൻ്റെ 8ാമത്തെ അധ്യായമാണ് നിങ്ങൾ കാണുവാൻ പോകുന്നത്. ക്രിസ്തുവിന് മുൻപ് 3100 മുതൽ ഏതാണ്ട് 3000-ഓളം ആണ്ടുകൾ നീണ്ടു നിന്ന മനുഷ്യ സംസ്കാരത്തിൻ്റെ, അസമാനമായ മനുഷ്യ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ, ബാക്കികൾ സന്ദർശിച്ചതിൻ്റെ ദൃശ്യരേഖകളാണ് ഈ പരമ്പര. ഈ പരമ്പരയിലേക്ക് പോകുന്നതിന് മുൻപ് പതിവായി ഞാൻ നടത്തുന്ന അഭ്യർത്ഥന ഒന്നുകൂടി നടത്തുകയാണ്. ദില്ലി ദാലി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്നും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ലക്കത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പ്രാചീന ഈജിപ്തിലെ കർണാക് ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ്. ക്രിസ്തുവിന് മുൻപ് 2000 ആണ്ട് മുതൽ ഏതാണ്ട് 1100 വരെ, ക്രിസ്തുവിന് മുൻപ് 1100 വരെയും അതിനുശേഷം ടോളമിക് സാമ്രാജ്യകാലത്തും ഏതാണ്ട് 1000-ഓളം ആണ്ടുകൾ തുടർച്ചയായി പണി ചെയ്തിട്ടും പണി തീരാതെ നിൽക്കുന്ന ഒരു മഹാക്ഷേത്ര സമുച്ചയമാണ് പ്രാചീന ലുക്സർ നഗരത്തിലെ കർണാക് ക്ഷേത്രം. നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. കർണാക് ക്ഷേത്രം ഈജിപ്തിലെ പ്രാചീന നഗരമായ ലുക്സറിലാണ് കർണാക് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന ഈജിപ്തിലെ മധ്യ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് മുൻപ് 2000 മുതൽ 1700 വരെ നീണ്ടുനിന്ന കാലത്തിലും പിന്നീട് ക്രിസ്തുവിന് മുൻപ് 305 മുതൽ 30 വരെ നീണ്ടുനിന്ന ടോളമിക് സാമ്രാജ്യത്തിലും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വൻ ക്ഷേത്ര ശൃംഖല ആണ് കർണാക്. നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചരിത്ര അവശിഷ്ടമാണ് ഇത്. ആയിരം കൊല്ലത്തിലധികം പണിതിട്ടും പൂർത്തിയാകാത്ത മഹാക്ഷേത്രം. ക്രിസ്തുവിന് മുൻപ് 2500-ൽ പ്രാചീന ഈജിപ്ഷ്യൻ ഫറോ ചക്രവർത്തിമാർ തുടങ്ങിവെച്ച ക്ഷേത്രം. അതിനുശേഷം മാറി മാറി വന്ന സാമ്രാജ്യങ്ങളുടെ എല്ലാം അധിപന്മാരോ അധിപകളോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ കൂടുതൽ വൃത്തിയാക്കുകയോ ഭംഗിയാക്കുകയോ ചെയ്ത് 1000-ഓളം കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴും പണി പൂർത്തിയാകാതെ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രം കർണാക് മഹാക്ഷേത്രം. പ്രാചീന ഈജിപ്ഷ്യൻ ചരിത്ര അവശിഷ്ടങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ കർണാക് ക്ഷേത്രം. The oldest and the first name ever which has been given to the whole temple. By the ancient Egyptian it was called Bir Emen. And Bir Emen means the house of the god Amun-Ra. Then, in 332 BC, when Alexander came here to Egypt, when the Greeks came here to Egypt, they called it Bet Hertasa, which means the sky above the earth. While nowadays we call it Karnak. It was temple by temple, shrine by shrine, travel by travel, but built by different kings at different times. Some of those temples were completely damaged, were completely gone. You cannot see them anymore because the stones were taken by some of the locals to build some of their houses. Few temples are still in a very good condition. One of the main reasons why we still have few of them in a good condition because some of them they were sanded up, so the sand has saved the temple. Look at the graffiti there, Manara. 1870. That was the level of the sand at that time, 1876, when some of the travelers they came here. Then it was easy for them to write anything from a melody and a graffiti. That's why we still have some of the temples in a good condition. Then this is all. ഈ ക്ഷേത്രത്തിൽ നിന്നും ലുക്സർ ക്ഷേത്രത്തിലേക്കുള്ള വാർഷിക ഘോഷയാത്രയായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. ലുക്സർ ക്ഷേത്രം ഇവിടെ നിന്നും
2.7 കിലോമീറ്റർ അകലെയാണ്. ഈ ശില്പങ്ങളെല്ലാം തന്നെ അമുൻ ദേവതയാണ്. അമുൻ റാ ആയിരുന്നു പ്രാചീന ഈജിപ്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ദേവതാ സങ്കല്പം. ഇക്കാണുന്ന ശില്പങ്ങളെല്ലാം ഉണ്ടായത് ക്രിസ്തുവിന് മുൻപ് 1570 ഈ ഓരോ ശില്പത്തിനും മുന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫറവോ ആയിരുന്ന രാമസിസ് രണ്ടാമൻ്റെ ചെറിയ രൂപം കാണാം. 131 മീറ്റർ നീളത്തിലാണ് ഈ പ്രതിമകൾ ഇരുവശങ്ങളിലായി ഒരു ഇടനാഴി തീർത്തിരിക്കുന്നത്. പ്രാചീന ഈജിപ്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ക്ഷേത്ര ഇടനാഴിയാണ് കർണാക്കിലുള്ളത്. 1000 കൊല്ലങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്ര സമുച്ചയം ഉണ്ടായത്. എന്നാൽ ഇന്നും അത് അപൂർണമായി നിലനിൽക്കുകയാണ്. ഈ ക്ഷേത്രം ഒരിക്കലും പൂർത്തിയായിരുന്നില്ല. പ്രാചീന ഈജിപ്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്ഷേത്ര ചുവർ കർണാക്കിലാണ്. എന്നാൽ അതിൻ്റെ പണി പൂർത്തിയായില്ല. അതുകൊണ്ട് ചരിത്ര ഗവേഷകർക്ക് ഒരു പ്രയോജനമുണ്ടായി. എങ്ങനെയാണ് ഇത്ര വലിയ കല്ലുകൾ ഇത്ര മുകളിലേക്ക് കെട്ടിപ്പൊക്കിയത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴി ലഭിക്കുകയായിരുന്നു. അതിനാൽ ഇത്രയും ഉയരത്തിലുള്ള എടുപ്പുകൾ ഉണ്ടാക്കുവാൻ പ്രാചീന ഈജിപ്തിൽ എന്ത് സാങ്കേതിക വിദ്യയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. ഒരു ഇഷ്ടിക, അതായത് ഈ കാണുന്ന ഒരു കല്ലിൻ്റെ ഭാരം എന്ന് പറയുന്നത് 11 ടണ്ണാണ് എന്ന് തോർക്കുക. നിങ്ങൾ ഈ ദൃശ്യത്തിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെ ഈ വലിപ്പം മനസ്സിലാവില്ല. അവിടെ വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ. അതുകൊണ്ടാണ് ഒരു കല്ലിൻ്റെ ഭാരം 11 ടണ്ണാണ്. അതെങ്ങനെയാണ് ഈ 42 മീറ്റർ ഉയരത്തിലേക്ക് പൊക്കിയിരുന്നത്? മൺകൂനകൾ ആദ്യം ഉണ്ടാക്കിയിട്ട് ആ മൺകൂനകളിലൂടെ പൊക്കി കല്ലുകൾ മുകളിൽ എത്തിക്കുകയായിരുന്നു. കല്ലുകൾ മതിലിൽ വെച്ച് കഴിയുമ്പോൾ, ഉറപ്പിച്ച് കഴിയുമ്പോൾ പിന്നീട് മണ്ണ് മാറ്റുകയായിരുന്നു. ഈജിപ്തിലെ ഗിസയിലെ പിരമിഡുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന ഇടമാണ് കർണാക്ക് ക്ഷേത്ര സമുച്ചയം. 4 ഭാഗങ്ങളുള്ള ഈ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഒരു ഭാഗം മാത്രമേ സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുള്ളൂ. ഏതാണ്ട് 30ഓളം ഫറവോന്മാർ, ചക്രവർത്തിമാർ ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിൽ പല നൂറ്റാണ്ടുകളിലായി പങ്കെടുക്കുകയായിരുന്നു. ഇവിടെ ഭൂഗർഭത്തിൽ നിന്നും കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1000-ലധികം പ്രതിമകൾ കണ്ടെത്തിയിരുന്നു. റോമൻ സാമ്രാജ്യകാലത്ത് പ്രതിമകൾ തകർക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി വിശ്വാസികൾ ഈ പ്രതിമകളെല്ലാം കൂടി ഇതിൻ്റെ ബേസ്മെൻറ്റിൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്നു എന്നുള്ളതാണ്. ആ പ്രതിമകളെല്ലാം തന്നെ ഇപ്പോൾ ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിലെ ഈജിപ്റ്റ് മ്യൂസിയത്തിൽ ഉണ്ട്. അത് ഞങ്ങൾ കണ്ടിരുന്നു. ഈ കർണാക്ക് ക്ഷേത്രം കാണുന്നതിന് മുൻപ് ഞങ്ങൾ ഈജിപ്റ്റ് മ്യൂസിയം സന്ദർശിച്ചിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതിമനോഹരമാണ് ഈ ക്ഷേത്ര ചുവരുകൾ. ഈ ക്ഷേത്രത്തെ മറ്റ് പ്രാചീന ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് 1000ഓളം വർഷങ്ങളിലെ കലാപരിണാമങ്ങൾ ഇവിടെ ദർശിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. കാരണം 1000 ആണ്ടുകൾ കൊണ്ട് ഉണ്ടായതാണ് ഈ ക്ഷേത്രം. 18-ാം സാമ്രാജ്യകാലത്താണ്, അതായത് ക്രിസ്തുവിന് മുൻപ് 1550 മുതൽ 1292 വരെയുള്ള കാലത്തിലാണ് ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കർണാക്കിൽ നടന്നത്.
1000 കൽ മണ്ഡപങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഏഥൻസിൽ പോയി കഴിഞ്ഞാൽ വലിയ തൂണുകളുടെ ക്ഷേത്രങ്ങൾ കാണാം. റോമിൽ പോയാൽ നിങ്ങൾക്കറിയാം. ലോകത്തിൽ ഏത് ചരിത്ര കാലഘട്ടങ്ങളുടെ ബാക്കിയായിട്ടുള്ള മന്ദിരങ്ങളിലോ ക്ഷേത്രങ്ങളിലോ എല്ലാം വലിയ വലിയ എടുപ്പുകളിലോ എല്ലാം വലിയ വലിയ തൂണുകൾ ഉണ്ടാക്കുന്ന രീതി ചരിത്രത്തിലുടനീളമുള്ളതാണ്. എന്നാൽ അതിനെയെല്ലാം ചെറുതാക്കുന്ന രീതിയിലുള്ള ഭീമാകാരമായ തൂണുകളാണ് കർണാക് ക്ഷേത്രത്തിൽ ഉള്ളത്. ഈജിപ്തിൽ നൈൽ നദിയുടെ കിഴക്കൻ തീരത്തുള്ള പ്രാചീന ചരിത്ര നഗരമായ ലുക്സറിൽ ഉള്ള കർണാക് ടെമ്പിളിൽ ഇതുപോലെയുള്ള ഭീമാകാരങ്ങളായ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭീമാകാരങ്ങളായ ചിത്രത്തൂണുകൾ, ഓരോ തൂണിലും ഓരോ കഥകൾ, ഓരോ ചരിത്ര കഥകൾ, ഓരോ ആരാധനാപാത്രങ്ങൾ വരുന്ന 103 തൂണുകളുടെ ഉദ്യാനമാണ്, വലിയ തൂണുകളുടെ ഉദ്യാനമാണ്. നമ്മെ കാണുന്നവരെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഒരു കരിങ്കൽ തൂൺ മണ്ഡപത്തിനകത്ത് ഇരുന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിവിധ ഫറവോന്മാരുടെ കാലത്തുണ്ടായ ചുവർച്ചിത്രങ്ങളും ചുവരെഴുത്തുകളും കർണാക് ക്ഷേത്രത്തിൻ്റെ സവിശേഷതയാണ്. സേറ്റി ഒന്നാമൻ, രാമസിസ് രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ, ഹാറ്റ്സെപ്സൂത്ത് ഫറവോ, ഇങ്ങനെ നീണ്ടു പോകുന്നു ആ പട്ടിക. ആയിരത്തി 887 നൈൽ നദിയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഈ കാണുന്ന രേഖ വരെ വെള്ളം പൊങ്ങുകയുണ്ടായി. അന്ന് ഈ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. സ്ത്രീ ഫറവോ ആയിരുന്ന ഹാറ്റ്ഷെപ്സൂത്ത് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ 2 സ്തംഭങ്ങൾ, ഒബലിസ്ക് എന്ന് പറയുന്ന 2 സ്തംഭങ്ങൾ ഉണ്ടാക്കിയത്. ഭൂമുഖത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ഒബലിസ്ക് ആണ് കർണാക്കിലുള്ളത്. ആ 2 ഒരെണ്ണം മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. ഞങ്ങളുടെ ഈജിപ്ഷ്യൻ പര്യടനത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായമായിരുന്നു കർണാക് ക്ഷേത്ര സമുച്ചയ സന്ദർശനം. ദില്ലി ദാലിയുടെ ട്രാവൽ വ്ളോഗ്സിൻ്റെ ഉദ്ദേശം നിങ്ങളെ യാത്ര ചെയ്യുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. കാലത്തെ അതിജീവിച്ച മനുഷ്യ സംസ്കാരത്തിൻ്റെ ഈ എടുപ്പുകൾ നമ്മളിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് എന്നതിനാൽ യാത്ര ചെയ്യാനുള്ള ഒരവസരവും പാഴാക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഈ അധ്യായം അവസാനിക്കുന്ന വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദില്ലി ദാലി ഈജിപ്റ്റ് ഫയൽസിൻ്റെ ബാക്കി അധ്യായങ്ങളിലേക്ക് പോകുവാനുള്ള ലിങ്ക് ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻസിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 7 അധ്യായങ്ങളിലേക്ക് പോകുവാനുള്ള ലിങ്കുകൾ. ദില്ലി ദാലി ട്രാവൽ വ്ളോഗിൻ്റെ ഈജിപ്റ്റ് ഫയൽസിൻ്റെ 8ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കണ്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.